ഹലോ! അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്നൊരു ഉച്ചയൂണ് റെഡിയാക്കി എടുക്കാം ട്ടോ. അപ്പോൾ ദേ ഉച്ചയൂണ് റെഡിയാക്കാനായിട്ട് ദേ മീൻകറി നമുക്ക് വെക്കാം. അപ്പോൾ നെയ്മീനാണ്. നെയ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്മീനിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും, പച്ചമുളക്, സവാള എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ചോറ് ഞാൻ നേരത്തെ വച്ചിട്ടുണ്ട്. അപ്പോൾ തലേദിവസം റൈസ് കുക്കറിൽ ചോറിട്ട് വെക്കും. അപ്പോൾ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറികൾ റെഡിയാക്കണം. അപ്പോൾ ഒരു നെയ്മീൻ കറി വെക്കാം. പിന്നെ വെണ്ടയ്ക്ക തോരനും ഉണ്ടാക്കാമെന്നാണ് ട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ ദേ മീനിലേക്കുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കറി വെക്കാമെന്നാണ് ട്ടോ വിചാരിച്ചത്. അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചു. പക്ഷേ എൻ്റെ മിക്സി കേടായി പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞത് അത്ര ഒരു സുഖമായില്ല. അപ്പോൾ ദേ മിക്സി എന്നിട്ട് നന്നാക്കാൻ കൊടുത്തേക്കാണ് ട്ടോ. അപ്പോൾ ദേ നമുക്ക് കറിയൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ദേ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് ഒന്ന് മൂത്തതിന് ശേഷം പിന്നെ സവാള ഇട്ട് കൊടുത്തു. സവാള ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം പിന്നെ പൊടികൾ ചേർത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ചേർത്ത് അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് മീൻ പെറുക്കിയിട്ട് മീൻ കറി വെക്കുകയാണ്. അപ്പോൾ ആ മീൻ കറി വേകുന്ന നേരം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കാം ട്ടോ. അപ്പോൾ ഇവിടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദേ വെണ്ടയ്ക്ക നന്നായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കുന്നതാണ് ട്ടോ അവർക്കിഷ്ടം. അപ്പോൾ തേങ്ങയുടെ പരിമിതി കൊണ്ട് പിന്നെ തോരനാക്കിയില്ല. മെഴുക്കുവരട്ടിയാണ് ആക്കിയത്. അപ്പോൾ ദേ വെണ്ടയ്ക്ക റെഡിയാക്കി എടുത്ത് അപ്പോൾ നമുക്കൊരു മെഴുക്കുവരട്ടിയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് മുളകും ഇട്ട് വേപ്പിലയൊക്കെ ഇട്ടിട്ട് വെണ്ടയ്ക്ക ഇട്ട് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അത് മെഴുക്കുവരട്ടി ആക്കി എടുക്കണം. അപ്പോൾ ഫ്രൈ പോലെ ആക്കി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഇവിടെ മീൻകറി തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ച് മീൻകറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പപ്പടം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ പപ്പടവും കാച്ചിയെടുത്തു. അപ്പോൾ ദേ ഉച്ചയൂണിനുള്ള കറി റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും നെയ്മീൻ കറിയും പപ്പടവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊണെടുക്കാം. അപ്പോൾ ദേ ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ ദേ നെയ്മീൻ കറി എടുക്കുന്നുണ്ട്. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. പപ്പടം കാച്ചിയതുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ഉച്ചയൂണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.